പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കള് ദൈവത്തിന്റെ മക്കള് ആ ദൈവമക്കളുടെ സ്ഥാനത്തിന്റെ ശക്തിയോടെ, കരുത്തോടെ, അഭിഷേകത്തോടെ മുന്നോട്ട് പോകണം. അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു ശക്തിക്കും ഇട വരാൻ പാടില്ല. നമ്മുടെ മക്കള് വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ പല പല ആധിപത്യ ശക്തികള് നമ്മുടെ മക്കൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ശക്തമായ പ്രാർത്ഥനയില് ആ വലിയ കരുത്തല് മുന്നോട്ട് പോകണം. മാത്രമല്ല, അങ്ങനെയുള്ള ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ച് നമ്മുടെ മക്കൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഈ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വിമോചന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയില്, കുരിശ് മനഃശക്തിയില്, ഈ നോമ്പുകാലത്തിന്റെ പ്രത്യേകമായ ചൈതന്യത്തില് കുരിശിൽ പൂർത്തീകരിച്ച ആ വിജയം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുടുംബങ്ങൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ ഇടപെടൽ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ നന്ദി പറയാണ്. ഈ പ്രാർത്ഥനയില് ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടി ആ വിളി സ്വീകരിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ കൂട്ടായ്മയെ വീണ്ടും വിപുലമാക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനല് എല്ലാവർക്കും ശുശ്രൂഷ പങ്കുവെച്ചു കൊടുക്കണേ. പങ്കെടുക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനല് ലോകത്തിന്റെ ആധിപത്യങ്ങളെ, പിശാചിന്റെ ശക്തികളെ തകർത്തെറിയുന്ന ശക്തമായ ഒരു മീഡിയ മിനിസ്ട്രി ആയിട്ട് മാറണം. അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പരസ്പരം പങ്കുവയ്ക്കുക. ദൈവാനുഗ്രഹത്തിനു വേണ്ടി, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബത്തെയും, ഞങ്ങളുടെ മക്കളുടെ ജീവിത മേഖലകളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുരിശുമരണ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അവയെല്ലാം ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറച്ച് കുരിശിലൂടെ ഞങ്ങൾക്ക് നിറച്ചു നൽകിയ ദൈവിക ജീവന്റെ സമൃദ്ധി പ്രാപിച്ച് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ശക്തനായ മധ്യസ്ഥനായ വിശുദ്ധ മിഖായിൽ മാലാഖയുടെ ശക്തമായ സഹായം, ഇടപെടല് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പ് പിതാവ്, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, സകല വിശുദ്ധര്, മാലാഖമാര് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ആ വലിയ സാന്നിധ്യ സംരക്ഷണത്തില് കരുത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വെഴുതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല,
നമ്മുടെ മക്കളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളെയും എല്ലാ അരൂപികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കരുത്, പഠന ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകരുത്, നല്ല കോഴ്സുകൾ എടുക്കരുത്, നല്ല നിലയിൽ എത്തരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളും പൈശാചിക സമൂഹങ്ങളും അതിനുവേണ്ടി നമ്മുടെ മക്കൾക്കെതിരെ ചെയ്യുന്ന ആഭിചാര്യം, ക്ഷുദ്രപ്രവൃത്തികൾ, വശീകരണ യന്ത്രങ്ങൾ, പല പല പ്രവൃത്തികളുണ്ട് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഇതൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വളരണം. അതില്ലായ്മയുടെ ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കള് ഏറ്റെടുക്കണം. ഈ ഒരു വലിയൊരു വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥന ഏറ്റെടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കും വേണം. നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു പോകണം. എത്രയോ മക്കളാ, ഒത്തിരിയേറെ പേര് പറഞ്ഞ ദിവസങ്ങളില് നന്നായിട്ട് പഠിച്ചതാച്ചാ. അതിനിടയ്ക്ക് ചില കൂട്ടുകെട്ട്, ചില പ്രേമക്കുരുക്കള്, ചില വശീകരണ യന്ത്രങ്ങൾ, ലവ് ജിഹാദ് പോലുള്ള പൈശാചികത കൊണ്ട് പഠനം പാടെ മുടങ്ങിപ്പോയ നല്ല കഴിവുള്ള മക്കള് പഠിച്ചവിടെ ചെല്ലേണ്ട കൊച്ചാന്നറിയോ? അപ്പനെയും വിട്ട് അമ്മേനെയും വിട്ട് ഉദാശ വിട്ട് പഠനം വിട്ട് ഇവിടുത്തെ കൂടെ അതും ഈ പടിയിറങ്ങിപ്പോണ പൈശാചികമായ ജിഹാദുകൾ. പഠനം തന്നെ മുടങ്ങിപ്പോയി, ജീവിതം തന്നെ മുടങ്ങിപ്പോയില്ല മക്കള്. പിന്നെ ഇവിടെ എവിടെയാ പോണേ? എങ്ങോട്ടാ പോണേ? ഒരുമാതിരി പൈശാചികമായ അവസ്ഥയിലേക്ക് പോയി. പിന്നെ അഡ്രസ് ഇല്ല, എവിടെയാന്നറിയില്ല, എവിടെയൊക്കെയോ പോയ മക്കളുണ്ട്. അതുപോലെ ചിലപ്പോഴെങ്കിലും മൊബൈലിൽ പിടിപ്പെട്ടു പോയി, ചില ഗെയിമുകൾ കടിമപ്പെട്ടു പോയി, ചില സിനിമകൾ കടിമപ്പെട്ടു പോയി, അതല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി ആ പ്രേമത്തിന്റെ പിന്നാലെ നന്നായിട്ട് പഠിച്ചു പോയ മക്കള്, പഠിച്ച് ഉന്നതി ചെല്ലണ മക്കള്, അതിനിടയ്ക്ക് പ്രേമം, അതിനിടയ്ക്ക് മൊബൈല്, അതിനിടയ്ക്ക് കൂട്ടുകെട്ട്, അതിനിടയ്ക്ക് തന്നെ ലഹരി. പറയണ്ടല്ലോ, ലഹരിക്ക് അടിമപ്പെട്ടു. പിന്നെ പുസ്തകം തുറക്കത്തില്ല, പഠിക്കത്തില്ല, സ്കൂളിൽ പോകത്തില്ല, അനുസരിക്കത്തില്ല. അങ്ങനെയൊക്കെ ജീവിതത്തില് നമ്മുടെ മക്കളെ നശിപ്പിച്ച് കളഞ്ഞ ഒത്തിരി പൈശാചിക പ്രവൃത്തികളുണ്ട്. ഇനി ഇതിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇത് പല പല ആഭിചാര ക്രിയകള്, പൈശാചിക പൂജകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടില്ലേ എമ്പുരാൻ സിനിമയൊക്കെ പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന, കർത്താവിന്റെ ശക്തി, കർത്താവിനെ പരിഹസിച്ച് പിശാചിനെ ഉയർത്തി പിശാചുമായിട്ട് ആരാധന ചെയ്ത് പിശാചിനെ അനേക മക്കളിലേക്ക് പകർത്തിവിടുന്ന പൈശാചിക സിനിമകള് ഇഷ്ടംപോലെയാണ്. ഈ നടന്മാരൊക്കെ തന്നെയും ഈ ഇലുമിനാറ്റിയുമായിട്ടും ഫ്രീമേസൺസ് ഒക്കെ ആയിട്ടും പിശാചിനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചെയ്യുന്ന പ്രവൃത്തികളാണ്. കാരണം പരിശുദ്ധാത്മാവുള്ള മക്കൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈ സിനിമകള്, ഈ ഗെയിമുകള്, ഈ കൂട്ടുകെട്ടുകള്, പിന്നെ അവരാണ് ഇവരുടെ ഫാൻസ്, ഇവരാണ് ഇവരുടെ ദൈവങ്ങള്, ഇവരുടെ ഫാൻസുകളായിട്ട് മാറുന്ന പൈശാചിക കെട്ടുകൾ. അങ്ങനെ ഈ പിശാചിന്ന് അനേക മക്കളെ ഉപയോഗിച്ച് അനേക മക്കളിലൂടെ നമ്മുടെ മക്കളുടെ പഠനത്തെ, ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തില് ഒരു കാര്യം ഓർക്കണം മക്കളെ, ഇത് പിശാചാണ്, സാത്താനാണ്, പൈശാചിക ഏജന്റുകളാണ്, പൈശാചിക ശക്തികളാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോ എല്ലാ തലങ്ങളിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ പൈശാചിക ശക്തി അതിപ്രബലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിന് കുരിശുമാനത്തിനല്ലാതെ കൊളോസ്യോസ് 2:14 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി അവയെ കുരിശിൽ തറച്ച് അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായിട്ട് അവയെ അവഹേളന പാത്രമാക്കിയ കർത്താവിന്റെ ഈ കുരിശുമാനത്തിനല്ലാതെ ഈ വക പൈശാചിക സിനിമകളെ, അവരുടെ വക്താക്കളെ, പൈശാചിക ശക്തികളെ നശിപ്പിക്കുന്ന ദുരാത്മ ദുർഭൂതങ്ങളെ നശിപ്പിക്കാൻ ആർക്കുമോ ഒന്നിനുമോ കഴിയില്ല. ഒരു കോടതിക്കോ ഒരു പോലീസിനോ ഒരു രാഷ്ട്രീയത്തിനോ സാധിക്കത്തില്ലെന്ന്. അതുകൊണ്ട് നമ്മള് കർത്താവിന്റെ നാമം പേറുന്ന ദൈവത്തിന്റെ മക്കൾ, കുരിശുമാനത്തെ സ്വന്തമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവിടുത്തെ നാമം പേറുന്ന ദൈവത്തിന്റെ മക്കളായി നമ്മൾ ഈ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കണം. ഞാൻ ഓർക്കുക, ഈ സിനിമ ഇറങ്ങിയപ്പോക്കെ പൈശാചിക ശക്തികളെ നിർവീര്യമാകാൻ വേണ്ടി
കരുണയുടെ ജപമാലയും വിശുദ്ധ കുർബാനയും അർപ്പിച്ച് സത്യമായിട്ടും പ്രാർത്ഥിച്ചപ്പോ അവിടെ ദൈവത്തിന് ശക്തി ദൈവം പ്രകടമാക്കി. അതുകൊണ്ട് മക്കളെ, നമ്മൾ ആരുടെ പിന്നാലെ പോകണ്ട, ഒന്നിന്റെ പിന്നാലെ പോകണ്ട. ഇവിടെ തീരാത്ത ഒരു പൈശാചിക ശക്തിയില്ല, നമ്മൾ ഇവിടെ തീർക്കണം മക്കളെ. അതുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയില്, കുരിശുമരണ ശക്തിയില്, സ്വർഗത്തിന്റെ ശക്തിയില് ഈ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കാൻ കരുത്തുള്ളവരാ നമ്മൾ. അത് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ ഈ പിശാചിന്റെ ഈ വക പ്രവർത്തികൾക്കെതിരെ ശക്തമായിട്ട് ബലിയർപ്പിക്കണം. കർത്താവിന്റെ കുരിശുമരണത്തെ ക്ലെയിം ചെയ്ത് അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മുടെ മക്കളെ ഈ പിശാചിനെ ബഹിഷ്കരിച്ച് വിടുവിച്ചെടുക്കണം, മോചിപ്പിച്ചെടുക്കണം, സ്വർഗത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണം. അതിനുവേണ്ടി കൂദാശകളും കുടുംബ പ്രാർത്ഥനയും കരുണയുടെ ജപമാലയും ഒക്കെ ചൊല്ലി, മാതാവിന് ജപമാല ചൊല്ലി സ്വർഗത്തെ കൂടെ നിർത്തണം. പിന്നെ ഒരു കാര്യം ഓർത്തോ, ഇന്ന് ഈ ശക്തികൾ നമ്മുടെ മക്കളുടെ പഠന മേഖല തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശക്തികൾ അതിപ്രബലമാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ ഈ സമയത്ത് ഉപരിപഠനമൊക്കെ ആഗ്രഹിക്കുന്ന സമയം നല്ല കോഴ്സുകൾ എടുക്കണം, നല്ല തീരുമാനമെടുക്കണം, നല്ല രീതിയിൽ പഠിക്കണം. നമ്മുടെ മക്കൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കൾ കോമ്പീറ്റ് ചെയ്യണം. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ മക്കൾ പഠനത്തില്, വിദ്യാഭ്യാസത്തില്, ജോലിയില്, മറ്റെല്ലാത്തിലും മുന്നോട്ട് പോകണം. പോകരുതെന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തികളെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ച് നമ്മുടെ മക്കളെ നിവർത്തി നിർത്തണം. ലേവിയുടെ പുസ്തകം 26:13, നിങ്ങൾ നിവർന്ന് നിൽക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് നമ്മുടെ മക്കൾ പഠന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നിവർന്നു നിൽക്കണം. ഉന്നത സ്ഥാനീയരായിട്ട് ജോലിയില്, ബിസിനസ്സില്, മറ്റെല്ലാത്തിലും ഉയർന്നു നിൽക്കണം. അതിനടിസ്ഥാനമാണ് വിശ്വാസത്തിൽ ക്രൂശിതനിൽ ഉറച്ചു നിൽക്കുന്ന അടിസ്ഥാനം. ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ മേഖലയില് നമ്മുടെ മക്കളെ കെടുത്തിക്കളയുന്ന, കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ തകർത്ത് ആ കെണികളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ മക്കളെ സ്വതന്ത്രരാക്കി ഈ വിമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിളിച്ചപേക്ഷിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കള് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങൾക്ക് വേണ്ട കൃപയും സഹായവും സംരക്ഷണവും ജീവനും ശക്തിയും എല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാനാണല്ലോ. അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന മക്കള് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് ചേർത്ത് പിടിച്ച് അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നല്ലോ. ആ സ്നേഹത്തിലേക്ക്, ആ കരുണയിലേക്ക് ഈശോയെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ കാര്യം കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിന്ന് വളരട്ടെ. ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലയെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരിയേറെ മേഖലകള്, പൈശാചിക ശക്തികള്, ഒത്തിരിയേറെ തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടിപ്പൊട്ടി വെച്ച കെട്ടുകള്, അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ദുരാത്മാക്കള് കർത്താവേ, മൊബൈലിന്റെ പിടിയില്, കൂട്ടുകെട്ടില്, ലഹരിയില്, ലവ് ജിഹാദ് പോലെയുള്ള വശീകരണ യന്ത്രങ്ങളിൽപ്പെട്ട് പ്രേമ കുരുക്കുകളില് പെട്ടുപോകുന്ന പൈശാചിക ബന്ധനങ്ങൾ അനേക മക്കള് ഈശോയെ പെട്ടുകിടക്കുന്നു. പഠനം മുടങ്ങി, വിദ്യാഭ്യാസത്തില് തടസ്സങ്ങള്, ഉപരിപഠനം മുടങ്ങി, പഠനത്തില് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് പലവിധ മേഖലകളില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും, അതിന് കാരണമായ എല്ലാ പൈശാചിക ശക്തികളെയും ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പഠന മേഖലയില്, വിദ്യാഭ്യാസ മേഖലയില് തടസ്സപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെ, തടസ്സങ്ങളെ, കെട്ടുകളെ, ബന്ധനങ്ങളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആഭിചാര്യ ക്ഷുദ്ര പ്രവർത്തികളെ, ശക്തികളെ നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ മേൽ, അതിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഒക്കെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ നെറ്റിയില് വിശുദ്ധ കുരിശിനാൽ മുദ്ര വെച്ച് നമ്മുടെ മക്കളെ ആത്മനാ കണ്ട് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് നെറ്റിയിൽ കുരിശിനാൽ മുദ്ര വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ട് സർവശക്തനായ പിതാവിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവോടെ വിശ്വാസ പ്രമാണത്തിന് ഉറപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, ഈ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന ശക്തിയിൽ പിശാചിന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ വിമോചനത്തിനായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റി, എല്ലാ കെട്ടുകളും അഴിച്ച്, എല്ലാ ബന്ധനങ്ങളും തകർത്ത് ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിടിവിക്കണമേ, മോചിപ്പിക്കണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും മാറിയൗസേ പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുരാത്മാക്കളോടും ദുർഭൂതങ്ങളോടും വശീകരണ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പിശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ, വിദ്യാഭ്യാസ മേഖലകളെ സ്വാധീനിക്കുന്ന പൈശാചിക ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, ക്ഷുദ്രശക്തികളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൂടോത്രങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെ വശീകരണ ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന അങ്ങയുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ പഠന മേഖലകളെയോ വിദ്യാഭ്യാസ മേഖലകളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും
ശരീരത്തിൽ രോഗപീഠകളും, മനസ്സിൽ ദുഷ്ചിന്തകളും, ആത്മാവിൽ ദുരാഗ്രഹങ്ങളും, പഠനത്തിൽ തോൽവിയും, വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും, ദുഷ്പ്രവൃത്തികൾക്കും, തെറ്റായ പ്രേമക്കുരുക്കുകൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഇവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പഠന മേഖലകളെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിമേൽ ഇവർ കർത്താവേ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ, ശക്തിയാൽ, ധൈര്യത്താൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ തിരുരക്തം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ പഠിച്ച് വിജയിച്ച് ഉന്നത വിജയം പ്രാപിച്ച് എല്ലാ മേഖലകളിലും ഉന്നത സ്ഥാനീയരായി അങ്ങയുടെ മക്കളെ പോലെ ജീവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കള് എല്ലാ പഠന മേഖലകളിലും വലിയ വിമോചനം പ്രാപിക്കട്ടെ, വലിയ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. വിദ്യാഭ്യാസ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. അനുകൂലമായ സാഹചര്യങ്ങള്, സാമ്പത്തികമായ ഭദ്രത, എല്ലാ വഴികളും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ഈ സമയത്ത് ഉപരി വിദ്യാഭ്യാസത്തിന്റെ തീരുമാനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ ഈ മക്കൾ എടുക്കട്ടെ. അതിനു വേണ്ട എല്ലാ ജ്ഞാനവും അറിവും വിവേകവും തിരിച്ചറിവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ മക്കളുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം വ്യക്തിപരമായിട്ട് മക്കള് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയില്, പഠന മേഖലയില് അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ആമേൻ.